Secretary Prashant MS. Dear my friends, JC friends and my friends. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഈ 2021 ഈ കോവിഡ് കാലഘട്ടത്തിൽ, അതായത് ഈ വളരെ ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ JCI ചോറ്റാനിക്കര എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഇൻസ്റ്റലേഷൻ സെറിമണി നടത്താൻ പറ്റിയെന്നുള്ള വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു ചീഫ് ഗസ്റ്റ് ഡോക്ടർ K.N. രാഘവൻ സാറിനെ കിട്ടിയതും ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഒരു 15-20-16 വർഷം മുമ്പ് ഈ JC ചോറ്റാനിക്കരയുടെ പുതിയ പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന മിസ്റ്റർ നിർമ്മൽ രാജിന്റെ സെയിം പൊസിഷനിൽ കണ്ണൂർ ഹാൻഡ്ലൂം സിറ്റി ജൂനിയർ ചേംബർ എന്ന് പറയുന്ന ഒരു പുതിയ ജൂനിയർ ചേംബറിന്റെ പ്രസിഡന്റായിട്ട് എനിക്കും ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമാണ്. തീർച്ചയായിട്ടും ഈ അവസരം JCI ചോറ്റാനിക്കരയിലുള്ള എല്ലാ മെമ്പേഴ്സും, നമ്മളുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തീമാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതൊരു നല്ല അവസരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ JC മുളന്തുരുത്തിയുടെ പ്രസിഡന്റ് അഞ്ജു വർഗീസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി തിരക്കുകളിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് എത്തിയ ഡോക്ടർ K.N. രാഘവൻ സാറിനെ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്ന സോൺ പ്രസിഡന്റ് ശ്രീജിത്ത് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് വളരെയധികം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കീനോട്ട് സ്പീക്കർ ഡോക്ടർ ഹരീഷ് കുമാർ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നെൽസൺ ജോസഫ് സാർ, സോൺ വൈസ് പ്രസിഡന്റിനെ വളരെയധികം സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് പ്രസിഡന്റ് ഇലക്ട് മിസ്റ്റർ നിർമ്മൽ രാജ്, അതുപോലെ ഇലക്ട് സെക്രട്ടറി പ്രശാന്ത്, ചോറ്റാനിക്കരയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ മുളന്തുരുത്തിയിലുള്ള എല്ലാ JC മെമ്പേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, CJ Lukose. Next is the time for recognition. Chair recognizes the presence of our keynote speaker, JC Dr. Harish Kumar, our guest of honor, JC Senator SREEDHAR, our assigned is a BP JC Advocate Nelson Joseph, our chief guest of the day, Dr. Raghavan sir, President of JC Ernakulam, Master Eldos PAB, and other officials and other invitees who gathered here. Next is the time for Chairman's address. A warm good evening to all. Respected Chief Guest of the day, Dr. K.N. Raghavan sir, who is the Chairman and Executive Director of our board. Today's guest of honor, our Zone President, JC Senator SREEDHAR, Keynote Speaker, Dr. Harish Kumar sir, our past Zone President, our assigned is a BP, JC Advocate Nelson Joseph, JC Chottanikkara President-elect, Mr. Nirmal Raj. As today is the sports day of JCI week, we are very privileged that Dr. Raghavan sir, as our chief guest, who served as CEO of Nauka Roots till October 17. Our Zone President, JC SREEJITH sir, a real motivator who is guiding us this year. We are very much pleased to have Harish sir as our keynote speaker of the day. Our assigned is a VP, JC Advocate Nelson Joseph, who is with us at all times.
JC മുളന്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. JC മുളന്തുരുത്തി തുടങ്ങിയിട്ട് 20 വർഷം പിന്നിട്ടു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ എല്ലാ രീതിയിലും നല്ലതായി പ്രവർത്തിച്ചു മുന്നേറിക്കൊണ്ട് വരുവാണ്. ചോറ്റാനിക്കര പോലെയുള്ള ഒരു പുണ്യ സ്ഥലത്ത് ഇങ്ങനെ ഒരു ചാപ്റ്റർ തുടങ്ങാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ ബേബി ലോം ആണ് ഞങ്ങളുടേത്. ആദ്യത്തേത് JC കൊച്ചി ഇൻഫോ പാർക്ക്, ഇപ്പൊ JC ചോറ്റാനിക്കര. ഈ രണ്ടാമത്തെ ബേബി ചാപ്റ്ററിലൂടെ ഞങ്ങൾക്ക് ഈ വർഷം ഒത്തിരി സോണിലോട്ട് നല്ലൊരു മീൻസ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ലൊരു പ്രയത്നം തന്നെയാണ് ഞങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിവും ഉജ്ജ്വലസ്വതയുമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ജൂനിയർ ചേംബറിലേക്ക് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. JCയിൽ മികച്ച പ്രവർത്തനം നടത്താനും അതോടൊപ്പം ജീവിതത്തിലും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് JCI. Next is the time for introduction of our charter members. Over to MC. Chartered members, and he is the Mr. Rajesh, he is the treasurer of Okay, continue. Okay, I would like to invite Mr. Rajapan sir to introduce the chartered members of Chottanikkara. And Mr. Rajapan sir is the treasurer of Chottanikkara chapter, elected treasurer. So I would like to invite him to introduce the chartered members of Chottanikkara. ചേട്ടന്റെ ഓഡിയോ ഓഫ് ആണ്. അദ്ദേഹത്തിന്റെ ഓഡിയോ അല്ല ഞാൻ same as one. രാജപ്പൻ സാറിന്റെ മ്യൂട്ടഡ് ആണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ചെയർമാൻ വേണം ഓത്തിലേക്ക് മടക്കാം, കേൾക്കുന്നില്ല. ലിസ്റ്റ് വായിക്കാൻ പറയാം. സാർ ഓക്കെ ഇപ്പൊ രാജപ്പൻ സാർ ഓക്കെ ഒന്ന് പറഞ്ഞു. ഹലോ സാർ, രാജപ്പൻ സാർ കേൾക്കാമോ? ഹലോ, ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ?
സാറ് കേൾക്കാൻ മേലല്ലോ? കുഴപ്പമില്ല, വേറൊരാളെ ലിസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്താലും മതി. ഹലോ, സരിതയുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാലും മതിയേ, മെമ്പേഴ്സിന്റെ പേര്. സരിത ഒന്ന് വായിക്കോ? സരിത വായിക്കും. ബ്ലാങ്ക് ആണല്ലോ. Good evening. Sorry for the delay. ഞാൻ ആ ലിസ്റ്റ് ഒന്ന് എടുക്കുകയായിരുന്നു. കേൾക്കാമോ? Yes, yes. Continue. Okay. Introduction of charter members. Nirmal Raj, Charter Elected President Business. Prashant, JC Secretary and LIC Development Officer. Monsi PV, JC Joint Secretary and Business. Kishore Krishnan, as FCI, he's a design engineer. Mr. Advocate Sri Kumar, leading advocate and builder, and he's also the owner of Mangalya Auditorium, Chottanikkara. Anish is a builder and real estate business. Then we have Ms. Gayatri, who's a teacher at Kendriya Vidyalaya. Then we have Mr. Ritesh Gopan, who's having a business of used car showroom. Followed by Rajiv, who has a business in all type printer sales and services. Followed by Ratish VM, who is an OEM senior employee. Deepak Kumar, who is a KSFE manager. Followed by Vani Kishore. She runs a business, Modicare business, here in Chottanikkara itself. Then we have myself, Saritha, corporate travel business. And followed by Abin, who has an electrical shop business in Chottanikkara. Ravindran, who owns a bakery and confectionery industry in Iriveli Junction. Followed by Girish, who is a social worker and Cochin Electrical Senior Employee Union head. Then we have Manoj KM, who is Saint Gobain Senior Manager. Radhika, Ms. Radhika, who is a general insurance business owner. Then we have Mr. Ashwin Kumar, who is a software testing engineer at Infopark. So far, these are the number of members, and we soon hope to add more. I hope the introduction of charter members is over, followed by the induction of members by JC.SREEJITH sir. Thank you, Sarita. I invite Dr. Harish, our past zone president, to induct the Chottanikkara chapter members. Welcome, sir. Yeah. Am I audible? Yes, sir. Yeah, right. Okay. So I request all of the members to keep your system unmuted. There will be an echo when everybody, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഓത്ത് പറയുമ്പോൾ ചെറിയ എക്കോ ഉണ്ടാവും. But I feel that it is the only way to understand or have that energy of togetherness. So അപ്പൊ ഞാനിപ്പോ ഞാൻ ചൊല്ലുന്ന സത്യവാചകം നിങ്ങൾ എല്ലാവരും തന്നെ ഏറ്റു ചൊല്ലുക.
So I hope everybody is ready to be the member of JCI Chottanikkara. So raise your right hand like this. ഈ വലതുകരം നിങ്ങളുടെ വലതുകരം ഈ രീതിയിൽ ഉയർത്തി പറയുന്ന വാചകം ഏറ്റുചൊല്ലുക. Okay. I do solemnly promise that I shall faithfully serve the purpose junior chamber and shall at all times uphold its ideals and principles. Okay, so with the permission of God Almighty and chairman and all who are present here, I do hereby declare that these gentlemen and ladies will be known as JCs from this moment onwards, and you will be the member of Junior Chamber International Chottanikkara chapter. So welcome to the world's largest youth organization. Congratulations, my dear friends. Thank you. Over to chairman. Thank you, Dr. Harish. Next is the time for installation of the new president. I invite Nirmal Raj to raise, and can you please stand and repeat after me? Sir, Nirmal sir. Yeah, hi, good evening. Sir, Good evening, everyone. Good evening, everyone. Hearty welcome to one and all present here on this occasion. So 1 second. There's a Kishore. തരാൻ പറഞ്ഞു. ഇതൊന്ന് തീരട്ടെ. ആരെങ്കിലും ഇത് താ. Sir. Next is the time for introduction of President-elect. Mr. Kishore. Good evening, all who has joined in this meeting. I am Kishore on behalf of JC Chottanikkara. I would like to introduce to you the newly elected president of JC Chottanikkara, Dr. Nirmal Raj. Actually, he is basically a businessman, and now he is presently the CEO and director of Umbrella Mobility Service Private Limited. And he have 25 years of experience and has been in automotive and automobile industry, travel and logistics, etc. in Chennai and Bangalore. And he has now he has settled in Chottanikkara. I welcome him, proudly welcome him to this installation ceremony in this evening. Thank you. Thank you, sir. Next is the time for induction of chapter president Nirmal Raj. Sir, are you ready to take the oath as the president of JC Chottanikkara? Yes, I am ready. Okay, please stand and repeat after me. Please raise your right hand. I do solemnly swear that I will faithfully execute the office of president of
JC Chottanikkara JC Chottanikkara and will, to to the best of my ability, the best of my ability, serve as a living example serve as a living example of these organizations' of this organization's policy, policy, philosophy, philosophy, and belief, and belief, and will uphold and will uphold and enforce and enforce the Constitution the Constitution and policy and policy of these organizations of these organizations at all times. at all times. Now I declare that JC Now, Nirmal Raj will be JC Nirmal Raj and will be the Charter President of JC Chottanikkara. Congratulations and all the best, JC Nirmal Raj. thank you very much. Thanks a lot. Sir, it's a time for acceptance speech. Welcome. Yes. Good evening, everyone. Hearty welcome to one and all present here on this occasion of installation ceremony of JC Chottanikkara. I would like to start by thanking the chief guest, Mr. Dr. Raghavan sir, JC.GEEVARGHESE, JC.SIJU LUKOSE, and JC.SREEJITH and ever-educated JC.ANJU Varghese for making this happen. And I consider this such an honor to elected as president of JC Chottanikkara and shall strive to be worthy of this position bestowed upon me to the best of my abilities. Thank you everyone for being present here. Sir, next you are the chairman now. Next will be the introduction of LGB members. Shall I start? Yeah, I will go. On. The LGB members, Sir Nirmal sir, shall I start? 1 minute, I will start. I would like to introduce Mr. Prashant, Secretary of JCI Chottanikkara, and he is the elected secretary of JCI Chottanikkara, and the joint secretary, Mr. Monsi, is the joint secretary, and I like to invite him to this, and I congratulate them. And Mr. Rajapan, he is the treasurer. He is the treasurer of JCI Chottanikkara, and Miss Gayatri is the VP program, and Miss Saritha is VP training. These are members of LSG. Thank you. Installation of LGB, na? Next. Next will be addressed by Zonal Vice President. Thank you. May I, Chairman? Okay. Sir,
Nirmal sir, you have to give LGB members the oath. അതാണ് ഞാൻ ചോദിച്ചത്. Okay. So we have to sit and. So everyone is ready, I think so. Ready, Yes. Alella? Yes, yes. I do I do I do solemnly solemnly promise that ഇതൊന്ന് കണക്ട് ചെയ്യാൻ promise that I shall faithfully I shall faithfully serve the purpose of Junior Chamber serve the purpose of Junior Chamber and shall at all times and shall at all times uphold the ideal uphold his ideal ideal and principles. and principle. So already installed. LGB member to the Chottanikkara chapter. So you can continue the next item in the agenda. That is addressed by Zone VP. Thank you, Chairman. Am I audible? Yes. കേൾക്കാലോ അല്ലേ? യെസ്, കേൾക്കാം കേൾക്കാം. So, respected Chairman, newly elected President of Chottanikkara, Nirmal Raj, President of Mulanthuruthy, Anju Varghese, today's chief guest, നമ്മുടെ രാഘവൻ sir, keynote speaker Dr. Harish sir, മറ്റ് വിശിഷ്ടാതിഥികളെ പുതുതായിട്ട് ചാർട്ടർ മെമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ചോറ്റാനിക്കര മെമ്പേഴ്സ് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. നമുക്കറിയാം ഇന്ന് JC ഇന്ത്യ മുഴുവൻ ഒരു JC വീക്ക് സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. JC വീക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഏറ്റവും ബിഗ്ഗസ്റ്റ് PR ഇവന്റ് ആണ് JCയുടെ. ഇന്ന് നമ്മൾ ഈ ഒരു ഒരാഴ്ച നമ്മൾ അതായത് ഇന്നത്തെ ദിവസം ഓരോ തീം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്പോർട്സ് ഡേ ആയിട്ടാണ് JC സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ മുഴുവൻ നമ്മൾ പല രീതിയിലുള്ള സ്പോർട്സ് നടത്തുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് കാക്കനാട് പല സ്ഥലങ്ങളിലും നമ്മൾ ഫുട്ബോൾ ടൂർണമെന്റും ചെറിയ ആക്ടിവിറ്റീസും വിത്തിൻ ദ കോവിഡ് പ്രോട്ടോകോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ നമുക്ക് ഇന്നത്തെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന രാഘവൻ സാർ എനിക്ക് തോന്നുന്ന ഏറ്റവും ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ നമ്മൾ പല പൊസിഷൻസിന് കസ്റ്റംസ് കമ്മീഷണർ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ. അതുപോലെ അതല്ലാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാണാൻ വേണ്ടി റബ്ബർ ബോർഡ്, പക്ഷെ അതൊന്നും അങ്ങനൊന്നും ആയിരിക്കില്ല ആർക്കും ഓർമ്മ വരുന്നത്. അദ്ദേഹത്തെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ക്രിക്കറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കമന്ററികളും ക്രിക്കറ്റിന്റെ ആ ഒരു എഴുത്തുകളും ബുക്കുകളും ആ ഒരു രീതിയിലാണ്. അപ്പൊ സ്പോർട്സിന്റെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഇന്നത്തെ ദിവസത്തെ വളരെ ഒരു സാങ്കത്യം ഞാൻ എടുത്തു പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേൾക്കാം. ഇന്നത്തെ ഒരു പുതിയൊരു ചാപ്റ്റർ വരും. നമുക്ക് JCയുടെ സിസ്റ്റം നമുക്കറിയാം. JC ലോകത്തെ ഏറ്റവും വലിയ നോൺ പൊളിറ്റിക്കൽ യൂത്ത് ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും വലിയ ഓർഗനൈസേഷൻ 120ഓളം രാജ്യങ്ങളിലുള്ള ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ്. ഒരുപാട് നേതാക്കന്മാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ തുടക്കത്തിൽ ആ വീഡിയോയിൽ കണ്ടു. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഈ ഒരു പുതിയ ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ വേറെ ഒരു മദർ ചാപ്റ്റർ ആണ്. നമ്മളെപ്പോഴും ഒരു ബേബി ചാപ്റ്റർ, ആ ഒരു മദർ ബേബി കൺസെപ്റ്റ് ആണ്. കാരണം ഒരു സൂമോട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു സ്വയംഭൂവായിട്ടൊരു ചാപ്റ്റർ നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. JCയുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ JCക്ക് അതിപ്പോ നമ്മുടെ പുതിയൊരു ചാപ്റ്ററിന്റെ ഒരു സക്സസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണം എപ്പോഴും ആ മദർ ചാപ്റ്ററിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. JC ചോറ്റാനിക്കര എന്ന പേരിൽ ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ചാപ്റ്ററുകൾ വന്നിട്ടുണ്ട്. ചോറ്റാനിക്കര പേരിൽ പലരും ചാപ്റ്ററുകൾ തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പല രീതിയിലല്ല മുന്നോട്ട് പോകാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും സന്തോഷകരമായ കാര്യം JC മുളന്തുരുത്തി പോലെ വളരെ ഒരു 20 വർഷമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാപ്റ്ററിന്റെ കീഴിലാണെന്നും ഇങ്ങനെ ഒരുപാട് ബേബി ചാപ്റ്റേഴ്സിനെ
ചാപ്റ്ററുകളാക്കി മാറ്റിയ ചരിത്രമുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. കാരണം അവരുടെ അതൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം JC ചോറ്റാനിക്കര എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്കറിയാം JCയിലെ പല ചാപ്റ്റേഴ്സും ഒരുപാട് പ്രോപ്പർട്ടീസും വലിയ ക്ലബ് ഹൗസും ഒക്കെ വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് ഇപ്പം നമുക്കറിയാം കോളഞ്ചേരി പോലത്തെ ഒരുപാട് ചാപ്റ്ററുകൾ അങ്ങനെയുണ്ട്. ആ രീതിയിലേക്ക് വളരാനുള്ള ഒരു വലിയൊരു ചാൻസ് ആണ് ചോറ്റാനിക്കരയ്ക്കുള്ളത്. ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ നമ്മുടെ JCയുടെ മീറ്റിംഗിന്റെ സ്റ്റൈലിൽ നമ്മൾ പക്ക അതിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമ്മളെല്ലാം വളരെ ടൈം ബൗണ്ട് ആയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ വാല്യൂസിൽ ഒന്ന് പറയുന്നത് ഗവൺമെന്റ് ഷുഡ് ബി ഓഫ് ലോസ് റദർ ദാൻ ഓഫ് മെൻ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രോട്ടോകോൾസും മറ്റു കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാലിക്കും. പക്ഷേ നമുക്ക് ഓൺലൈൻ മീറ്റിംഗിന്റെ പരിമിതികൾക്കുള്ളിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫിസിക്കൽ മീറ്റിംഗ് കൂടാൻ പറ്റട്ടെ. അതിനകത്ത് നമുക്ക് പങ്കെടുക്കാം, എല്ലാവരെയും പരിചയപ്പെടാം എന്നുള്ളൊരു ഇത് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ചാപ്റ്ററിന്റെ ഇതിന് പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചോറ്റാനിക്കര ഇങ്ങനെ ഒരു ചാപ്റ്ററിനെ കൊണ്ടുവന്ന മുളന്തുരുത്തിക്കുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത നിർമ്മലിനും മറ്റു എല്ലാ ടീം അംഗങ്ങൾക്കും ഉള്ള ആശംസകൾ അറിയിക്കുന്നു. കാരണം യു ഹാവ് ടേക്കൺ എ റൈറ്റ് ഡിസിഷൻ. ഇതൊരു നമുക്കറിയില്ല എങ്ങോട്ടാ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ വെയിറ്റിംഗ് ഫോർ യു. കാരണം JC is all about opportunities. So many opportunities are there. So let's explore all those opportunities in coming years. Wish you all the best and see you big in coming years. Thank you. Thank you, Nelson sir. Thank you very much for your kind present. And I would like to invite Ms. Saritha for the introduction of chief guest. Good evening. Good evening. It is an honor itself to honor this beautiful audience who has gathered here. On behalf of JCI Mulanthuruthy and its baby chapter installed today, JCI Chottanikkara, I welcome respected Raghavan sir to this occasion of installation of JCI Chottanikkara and its newly elected office bearers and charter members. Thank you, sir, for giving us your prize time amidst your busy schedule. And for the others, a small introduction about our chief guest, Dr. K.N.RAGHAVAN. Dr. K.N.RAGHAVAN sir has taken over as Executive Director of Rubber Board. He was working as Principal Commissioner of GST and Central Excise Mumbai Central earlier on. He is a native of Cochin and had completed his MBBS from the Calicut Medical College in 1988. He joined Indian Revenue Service in 1990. And served the government in various capacities, including as Commissioner of Customs Cochin, Deputy Director, Directorate of Revenue Intelligence, Calicut, Managing Director of Kerala Cooperative Rubber Marketing Federation, CEO, Cooperative Medical College Kochi, and as CEO of Nolka Routes. He was the first Secretary Commerce in the High Commission of India, Singapore. We welcome you, sir, to this event. Thank you. Thank you, Saritha. And I would like to invite Dr. Raghavan sir to address this ceremony, installation ceremony. I hope I am audible. Yes, sir. Yes, sir. Yeah. Good evening to all of you, President Mr. Nirmal Raj, other eminent members of the JCI family, JCI community. It feels good to be here, and let me congratulate you for organizing an installation ceremony online. I was just wondering how you would go through the whole procedure. It is not easy to coordinate the various protocols involved for installation ceremony online. So congratulations to you all. You have started on the right foot here. And for a person who has been on the outside of the JCI family and has actually seen it work, I also attended many of the functions of JCI. I see this as an organization of like-minded people who come together and work towards certain common objectives, common goals, and for fulfilling common interests. It was outlined in your initial anthem that was being played about the importance of developing a person as an individual, the importance of collective work, and then the cause of the service towards the society. So it is a very noble mission, and I'm sure that the new chapter under the dynamic leadership of Nirmal Raj will achieve all its objectives. I just a couple of points to mention on the occasion. One is that we are facing a crisis for the last year and a half, or maybe more than that, because of the COVID-19 pandemic.
while we have been taking measures to tackle it, we need to pause a moment and think as to why it has happened. We can blame various nations of the country, of the world, various other things for spreading it. But the key factor is that it is a zoonotic disease, meaning that it has come out only because of active interaction between man and the wild. The Nipah, the outbreak in Calicut, the Ebola in Africa, all these have come out because of closer interaction between humans and the animals. Why has it happened? It has happened because we have actually been encroaching into the territory occupied by the wild. Exploding population is one cause. Second is our infinite belief, bordering on the hubris, that we can conquer nature, which is not a fact. We find that it is raining, even though it is in the Malayalam month of Chinyam, it is raining. The climatic patterns have changed. So there is wholesome changes happening in nature only because we have been attempting to conquer nature rather than living with it. So one message that probably the JCI, the new chapter, can think about conveying or communicating, especially the younger minds, is the importance of living with the nature, the importance of sustaining nature, planting trees, taking a compassionate attitude toward animals, community development through proper disposal of waste. These are all small things which can be done at the individual household, which can be done much easily in a smaller area, rather than going for mega projects. If you go for a mega project, what will happen is that so much money will be sunk into one thing and the returns will be less than adequate. So this is one message probably the new chapter can try to take it, particularly towards the younger generation, to the schools and the school children. Because if a child tells you not to use a plastic cover, the parent will definitely not use a plastic cover. You only use a paper cover. That is the influence the children can make on the adults. So if you can target the children and convey this message, we would, with our own way, be contributing to improving the environment about us and in reversing the trend of trying to conquer nature and facing the consequences. There's a mention made about the sports day. Yes, I've been passionate about sports all through, for a couple of reasons. One is, of course, it helps you to develop good health, the physical fitness, which is absolutely important if you have to have a long and productive and healthy life. More important, sports develops team spirit. In any sport or any champion of any sport would be part of a good team. Let's see, in cricket, it is a team game. Football is a team game. You find that some of the best footballers in the world have not won an important cup because they have not been part of a good team. Like Sachin Tendulkar had to wait how many years? More than 20 years to win the World Cup because he had to, despite being the best batsman, he had to be part of a good team. So a team is very important concept in sports. Even Neeraj Chopra, who's particularly individualistic, even like throwing the javelin, he had to have the support of a good team to win it. So sports fosters team spirit. And second, sport fosters sportsman spirit. Sportsman spirit is a spirit of accepting. If I lose today, I shake hands with the winner. But then I also tell him, well, you have won today, tomorrow I can do better. This is the spirit of sportsman spirit, that setbacks in life had to be taken with a smiling face and you should live to fight another day. Again, on the concept of sports, let us try to develop some new grounds. Let us not try for stadiums. The urge is to build stadiums. Stadiums become concrete monster cities which nobody uses. How many of us actually have access to a Jawaharlal Nehru Stadium here? But if you have an open ground, you will find children playing, adults walking, elder generation coming and sitting. So we need to develop open spaces where children can actually play, kick a ball, roll over, run, and gently play and improve their health. These are some of the suggestions that I have on this occasion. I wish the new team led by Nirmal Raj all the best. It has been great to be part of this meeting. I was particularly impressed by the manner in which you conducted the protocol during this in an online mode. I'm sure that the JCA community will go from strength to strength, inspire more like-minded people to join in, and that the new chapter led by its able office bearers will take it to greater heights. Thank you very much for inviting me for the part of this August evening, and I wish all of you all the very best, and conclude now on that note. Once again, congratulations, Nirmal Raj. Good luck to your team, and have a wonderful evening ahead. Thank you. Namaskar. Jai Hind. Thank you very much, sir. Thank you very much. Thank you very much for your valuable advice, and we will try. We'll implement your advices in our new chapter, and sure we will continue. We will keep on touch with you for valuable advice for our future also. Thank you very much, sir. Thanks a lot.
Next, I would like to invite Mr. Dr. Harish Kumar for the keynote address. Hope I am audible. Yes, sure. Yeah, okay. Thank you. Most respected chairman of the meeting, president of charter president of JC Chottanikkara, JC.NIRMAL, president of JCI Mulanthuruthy, JC.ANJU Varghese, chief guest of the day, Mr. Raghavan sir, Zone president JC.SREEJITH, assigned zone vice president JC.ADV.NELSON, zone data management, zone data G&D, JC.GEEVARGHESE MADHAVAN, and all the members of JCI Chottanikkara and JCI Mulanthuruthy. നമസ്കാരം. രാഘവൻ സാറിന്റെ 2 വാക്ക് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ സാറിന്റെ ഒരു ടോക്ക് കേട്ടിരുന്നു. യു ടുക്ക് ഫോർ എ സെഷൻ ഫോർ ഐ തിങ്ക് മരിയൻ അക്കാഡമി, മരിയൻ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എനിക്ക് തോന്നുന്നു കുട്ടിക്കാനം. അവിടെ ഒരു ക്ലാസ് എടുത്തത് സ്പോർട്സ്മാൻഷിപ്പും ലൈഫ് ലെസൺസ് ഫ്രം സ്പോർട്സ്മാൻഷിപ്പ് എന്നുള്ള ഒരു കണ്ടന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ദെയർ ആൻഡ് ഐ എം വെരി മച്ച് ഹാപ്പി ദാറ്റ് ഐ കുഡ് ഹിയർ വൺസ് അഗെയിൻ. Coming to the content today, I am very much happy being a past home president of JC India Zone India. Definitely, I am very much happy that our family is growing. So we have a new addition today in the name of JCI Chottanikkara. Piroshe Bhagavati, എന്താ പറയാ, ദേവിയുടെ ഒരു കടാക്ഷം പോലെ തന്നെ ഒരു പുതിയ ചാപ്റ്റർ അവിടെ വന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ആൻഡ് കൺഗ്രാജുലേഷൻ ടു JCI മുളന്തുരുത്തി. 2 decades, 2 പതിറ്റാണ്ടായിട്ട് മുളന്തുരുത്തിയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാപ്റ്ററാണ് JCI മുളന്തുരുത്തി. ഈ ഒരു വർഷം JC.ANJUവിന്റെ കീഴിൽ വളരെ ഭംഗിയായിട്ടുള്ള സുത്യർഹമായ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഐ കൺഗ്രാജുലേറ്റ് JC.ANJU and എൻ്റെ ടീം ഓഫ് മുളന്തുരുത്തി, ആൻഡ് ഐ കൺഗ്രാജുലേറ്റ് ഓൾ ദ members, charter members of JCI Chottanikkara. You became a JCI member because of your choice. നമ്മുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് കൊണ്ടാണ് ഇന്ന് JCI Chottanikkara മെമ്പർ ആയിട്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ വളരെ ടോട്ടലി കോയിൻസിഡൻസ് ആയിരുന്നു. ഇന്ന് പെട്ടെന്ന് എനിക്കൊരു 10 മണിക്ക് ഞാനൊരു ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് അതിലൊരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് കണ്ടു. സ്റ്റാർട്ടിംഗ് ടൈം 10 o'clock ആണ്. സോ ഇഫ് യു വാണ്ട് ടു ജോയിൻ യു ജോയിൻ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് അബൌട്ട് എ ടോക്ക് ബൈ എസ് ശ്രീശാന്ത്, നമ്മുടെ മുൻ ഇന്ത്യൻ കളിക്കാരനായ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പേസ് ബോളർ ആയിട്ടുള്ള ശ്രീശാന്തിന്റെ ഒരു ടോക്ക് ആയിരുന്നു, ഒരു ഹാഫ് ആൻ അവർ ടോക്ക്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ്. ലൈഫില് ഇറ്റ് ഈസ് അക്യുമുലേഷൻ. അവർ ലൈഫ് ഈസ് അക്യുമുലേഷൻ ഓഫ് ദ ഡിസിഷൻസ് ദാറ്റ് വി ആർ ടേക്കൺ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോ he asked everyone who were there to be the CSO of yourself or the CSO of your life, Chief Selection Officer of your life. നമ്മുടെ ജീവിതത്തിലെ ചോയ്സസ് സെലക്ട് ചെയ്യാനുള്ള ഓഫീസർ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആൻഡ് യു ഓൾ ഹാവ് സെലക്ടഡ് ഓർ took a choice to become the member of Junior Chamber International, the world's largest youth organization. JCI എന്നുള്ള പ്രസ്ഥാനം UN-ഉം യുനെസ്കോയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളോടൊപ്പം ഗ്ലോബലി പാർട്ട്ണർ ചെയ്ത് യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം 17 ലക്ഷ്യങ്ങളുണ്ട്. ആ 17 ലക്ഷ്യങ്ങളിൽ നമ്മൾക്ക് എല്ലാം അറിയാം, ഇന്ന് ഈ ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പൊ അത് നടപ്പിലാക്കാൻ വേണ്ടി ഗ്ലോബലി പാർട്ട്ണർ ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് JCI എന്നുള്ള പ്രസ്ഥാനം. JCI is an organization which started with a belief or with a dream of bringing world peace. 1915 ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അന്ന് 32 യുവാക്കൾ ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ വിഭാവനം ചെയ്തത് ലോകത്ത് ലോകസമാധാനം നിലകൊള്ളണം എന്നുള്ളതാണ്. This is a period where we all know what or where world peace stands. നമുക്ക് എല്ലാവർക്കും അറിയാം അഫ്ഗാനിസ്ഥാനിലൊക്കെ സംഭവിക്കുന്ന, ഇല്ലെങ്കിൽ ലോകമെമ്പാടും സംഭവിക്കുന്നത്, എന്തിനാ അഫ്ഗാനിസ്ഥാൻ മാത്രം പറയണം, ലോകമെമ്പാടും സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. സോ അവർ ഓർഗനൈസേഷൻസ് റെലവൻസ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ there are so many things that we can inculcate in our children. അപ്പൊ അതിനുള്ള ക്വാളിറ്റി ഉള്ള പ്രൊജക്ട്സുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യാൻ സാധിക്കട്ടെ. കുറെ നമ്പർ ഓഫ് പ്രൊജക്ട്സ് അല്ല, നിർമ്മൽ രാജും ടീമിനോട് ഞാൻ പറയാനുള്ളത്, ഇറ്റ് ഈസ് നോട്ട് about quantity or the number, it is all about the quality and the impact that your projects creates. നിങ്ങൾ 10 or 100 പ്രൊജക്ട് ഒന്നും ചെയ്യണ്ട, വെറും 2 or 3 പ്രൊജക്ട് ചെയ്താൽ മതി. ആ പ്രൊജക്ട് കഴിയുമ്പോൾ അത് റിസൾട്ട് ഉണ്ടാക്കണം.
ചോറ്റാനിക്കര ഭാഗത്തുകൂടി ഇറങ്ങി നടക്കുന്ന സമയത്ത് നാട്ടുകാർ കണ്ടിട്ട് പറയണം, ഓ നിങ്ങളാണല്ലേ ഇവിടെ ഇന്ന മാറ്റം ഉണ്ടാക്കിയ JCI മെമ്പർ എന്ന് പറയുമ്പോഴാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രൊജക്ട് ഓർ ഇമ്പാക്ട്. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇന്നൊരു സ്പോർട്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് JCI വീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്പോർട്സ് പേഴ്സന്റെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ഐ ടേക്ക് യു ഓൾ ടു അറൌണ്ട് 1950s ഞാൻ കൊണ്ടുപോവാണ്. റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഒരു അത്ലറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഹി വാസ് എ മെഡിക്കൽ ഡോക്ടർ ഓൾസോ, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ പറയുന്ന സന്ദർഭം നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു. ബട്ട് ഹി വാസ് എൻ ആർഡന്റ് അത്ലറ്റ് ഓൾസോ. അദ്ദേഹത്തിന്റെ വലിയ ഡ്രീം എന്ന് പറയുന്നത് 1 മൈൽ, അതായത് 1.6 കിലോമീറ്റർ, 1 മൈല് 4 മിനിറ്റിന് ഉള്ളിൽ ഓടി തീർക്കുക എന്നുള്ളതാണ്. കാരണം അന്ന് വരെയും ഒരു വ്യക്തിയും ഒരു അത്ലറ്റിനും അത് സാധിക്കാത്തൊരു കാര്യമാണ് 1 മൈല് 4 മിനിറ്റ് കൊണ്ട് ഓടുക എന്നുള്ളത്. സോ ഹി പ്ലാൻഡ് അബൌട്ട് ദിസ്. അതിനെക്കുറിച്ച് പലരോടും സംസാരിച്ചു. അന്നുണ്ടായിരുന്ന പല ഡോക്ടേഴ്സും പല കോച്ചസും പല മറ്റുള്ള കൂടെയുള്ള സീനിയർ അത്ലറ്റ്സ് എല്ലാം പറഞ്ഞു ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇമ്പോസിബിൾ. നിങ്ങളിത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യരുത്, മേ ബി നിങ്ങളുടെ ലൈഫിനടക്കം അത് ത്രട്ടൻ ചെയ്യാവുന്ന ഒരു സംഭവമാണ്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ് എന്നുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ബട്ട് ഇൻ 1954 he ran 1 mile in 3 minutes 56 seconds. 3 മിനിറ്റ് 56 സെക്കൻഡ് കൊണ്ട് 1 മൈൽ അദ്ദേഹം ഓടി തീർത്തു. അദ്ദേഹം ഓടി തീർത്തു കഴിഞ്ഞ് വെറും 24 ദിവസത്തിനുള്ളിൽ അടുത്ത വ്യക്തി അത് ഓടി തീർത്തു. 1 വർഷത്തിനുള്ളിൽ ഏകദേശം 14-16, ആ കറക്റ്റ് ഫിഗർ ഞാൻ മറന്നുപോയി, ഏകദേശം ഒരു 10-16 വ്യക്തികൾ ഇദ്ദേഹം ഓടിയ ആ ഒരു റെക്കോർഡ് തീർത്തതിന് 1 വർഷത്തിനുള്ളിൽ 10-16 പേര് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യമായിട്ടുള്ള സംഭവം. അതായത് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സാധിക്കാതിരുന്ന ഒരു കാര്യം ഒരു വ്യക്തി നടപ്പിലാക്കി വെറും 1 വർഷത്തിനുള്ളിൽ ഒത്തിരി വ്യക്തികൾ അദ്ദേഹത്തിന് ഫോളോ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പോയിന്റ് അതല്ല, വൈ റോജർ ബാനിസ്റ്റർ കുഡ് ഡു ദിസ് എന്നുള്ളതാണ്. അതായത് റോജർ ബാനിസ്റ്റർ അത് ചെയ്യാനുള്ള കാരണം, സാധാരണ ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ അയാളുടെ എഫേർട്ട് എടുക്കുന്നതും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കാലുകളുടെയും കൈകളുടെയും, പ്രത്യേകിച്ച് കാലുകളുടെ പേശികളുടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എക്സസൈസും എഫേർട്ടും എല്ലാം എടുക്കുന്നത്. പക്ഷെ റോജർ ബാനിസ്റ്റർ ബീയിങ് എ മെഡിക്കൽ ഡോക്ടർ, ഹി ന്യൂ ദാറ്റ് കാലുകളുടെ പേശികൾക്ക് ശക്തി ഉണ്ടായാൽ മാത്രം നല്ലൊരു സ്പീഡിൽ ഓടാൻ പറ്റണമെന്നില്ല. കാര്യം കാലുകൾ ശക്തമായിട്ട് ഓടുന്തോറും കാലുകളിലേക്ക് കൂടുതൽ ഓക്സിജനേഷൻ എത്തണം, ഇല്ലെങ്കിൽ അവിടെ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ വന്നിട്ട് അദ്ദേഹത്തിന് നമുക്ക് ഓടാൻ പറ്റില്ല, ഫറ്റീഗ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീഡിൽ ഓടി എത്തണമെങ്കിൽ അദ്ദേഹത്തിന് കാലുകളുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കാലിലേക്കുള്ള ഓക്സിജനേഷൻ കൂടണം. കാലിലേക്ക് ഓക്സിജനേഷൻ കൂടുതൽ കിട്ടണമെങ്കിൽ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടണം. കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെയേറെ ക്രമാതീതമായിട്ട് കൂടണമെങ്കിൽ ഹാർട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള കാർഡിയാക് കപ്പാസിറ്റി കൂട്ടണം. അപ്പൊ അന്ന് വരെയും ഒരു അത്ലറ്റും കാർഡിയാക് കപ്പാസിറ്റി കൂട്ടാനുള്ള എക്സസൈസ് ആയിരുന്നില്ല കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ദേ ഫോക്കസ് മോർ ഓൺ ദ മസിൽസ് ഓഫ് ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. അപ്പൊ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്തു. ഹി ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിങ് ഹിസ് കാർഡിയാക് എഫിഷ്യൻസി ഓൾസോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു 3 മിനിറ്റ് 56 സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിന് ഓടിയെത്താൻ സാധിച്ചത്. ഇദ്ദേഹത്തിന്റെ സക്സസ് മന്ത്ര എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബാക്കിയുള്ള അത്ലറ്റ്സും അത് തന്നെ ഫോളോ ചെയ്തു. Then everybody began to reach that level very easily. അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, intelligence is very very important, but the direction of your intelligence is more important. I repeat, the intelligence is very very important, but the direction of intelligence is much more important. നിങ്ങളുടെ അറിവ്, കഴിവ്, റിസോഴ്സസ് എല്ലാം ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതുണ്ട്. അറ്റോമിക് എനർജി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് അറ്റോമിക് എനർജി ഉപയോഗിക്കാം, ഒരു പ്രദേശം മുഴുവനും നശിപ്പിക്കാനായിട്ടും അറ്റോമിക് എനർജി ഉപയോഗിക്കാം. അപ്പൊ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു ഡയറക്ട് യുവർ റിസോഴ്സസ് എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. JCI ഈസ് എ റിസോഴ്സ്. JCI എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ്, ഒരു വലിയൊരു നെറ്റ്വർക്കാണ്, ഒത്തിരി മെമ്പേഴ്സിന്റെ കൂട്ടായ്മയാണ്. അത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി there is wonders going to happen in ചോറ്റാനിക്കര എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. I congratulate once again the president of JC Mulanthuruthy Anju and the president of JC Chottanikkara Nirmal Raj. I congratulate Nirmal and the entire team for becoming the charter members of JC Chottanikkara. All the very best. Being a past home president, I once again reiterate, I will be there for any support that you need in the future endeavors. And with this humble words, I conclude my speech. So thank you very much. And I appreciate the efforts of Zone President JC.SREEJITH, Zone Vice President JC.NELSON, and the Zone Director Growth and Development JC.GEEVARGHESE.
for what you have been doing with the activities in zone in 2021. So congratulations to you all three. And with these humble words, I conclude my speech. So thank you very much. Over to Chairman. Nirmal, mute on though. Nirmal, you are in mute. Thank you very much, Dr. Harish Kumar sir. Thank you very much. Thank you for your valuable speech and valuable advice for the new Chottanikkara chapter. We are thanking you very much. And next is I invite JC.CM.THOMAS, the Charter President, Mulanthuruthy. ഹലോ, കേൾക്കാമോ? കേൾക്കാം. First of all, congratulations, Mr. Nirmal Raj, because ചോറ്റാനിക്കരയിൽ ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ചാപ്റ്റർ തുടങ്ങാനായിട്ടുള്ള ചില നടപടികളൊക്കെ കൈക്കൊണ്ടതാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. അത് എനിക്ക് തോന്നുന്നു അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. തുടങ്ങിയിട്ട് പിന്നെ നിന്ന് പോയതാണോ? അറിയോ? ഓർമ്മയുണ്ടോ? നിന്ന് പോയതാണ്. പണ്ട് ചോറ്റാനിക്കര ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞ 2013 ചാപ്റ്റർ വന്നിരുന്നു. 2016 വരെ 3 വർഷം ഉണ്ടായിരുന്നു ചാപ്റ്റർ. അതിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ഇപ്പോൾ ഇതിനകത്തുണ്ടോ? എനിക്കറിയാം. അറിയില്ല അല്ലേ? ഇല്ല. ഓക്കെ. നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നുകൂടി അന്വേഷിക്കുന്നതും അതിൽ ആരൊക്കെയാണ് വന്നിരുന്നതെന്നും എന്തുകൊണ്ടാണ് അത് നിന്നു പോയതെന്നും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഏതായിരുന്നാലും ചോറ്റാനിക്കയെ സംബന്ധിച്ചിടത്തോളം, ആ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്റ്റെപ്പാണിത്. ചോറ്റാനിക്കര വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വളരെ പ്രഗത്ഭരായ ചെറുപ്പക്കാർ അവിടെയുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒരു നല്ല വഴിയിലേക്ക്, നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ നിങ്ങൾ കഴിയുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നീട് ഞങ്ങളുടെ പ്രസിഡന്റ് ദീർഘമായ സേവനങ്ങളാണ് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുളന്തുരുത്തി ഇപ്പൊ ഈ വർഷം തന്നെ 2 ചാപ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ സിറ്റുവേഷനിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും ഈ സിറ്റുവേഷനിലെ 2 ചാപ്റ്റർ 5 ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമാണ്, വളരെ വലിയ നേട്ടം. പിന്നെ മുളന്തുരുത്തി ചാപ്റ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കോലഞ്ചേരി ചാപ്റ്ററാണ്. പക്ഷെ ഇന്ന് കോലഞ്ചേരി ചാപ്റ്ററിനേക്കാൾ മനോഹരമായ രീതിയിൽ മുളന്തുരുത്തി ചാപ്റ്റർ നിലനിൽക്കുന്നു എന്ന് അറിയുന്നതിൽ 10-20 വർഷക്കാലം. നമ്മൾ സാധാരണ പറയും ഇറ്റ് ഈസ് ഈസി ടു ഗെയിൻ ബട്ട് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. ആ സസ്റ്റൈനബിലിറ്റി ആണ് ഇപ്പോഴും നമ്മുടെ നാഷണൽ തീമുകളിലൊക്കെ സസ്റ്റൈനബിൾ പ്രോഗ്രാംസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു പ്രോഗ്രാം എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കും. ആ ലോങ് ടൈം പ്രോഗ്രാമുകൾ, സസ്റ്റൈനബിൾ പ്രോഗ്രാമുകൾ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ചാപ്റ്റർ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ദി മോസ്റ്റ് കോമ്പിറ്റന്റ് ആയുള്ള ആളുകൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പാടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ അധികാരം, നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ കിരീടം നമ്മൾ അടുത്ത ആൾക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ അതുപോലെ ഒരാളെ നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു 5 ഇയർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒരു 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാല് അടുത്ത 5 വർഷത്തേക്ക് ആരൊക്കെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ആകണമെന്ന് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും മിടുക്കരായ ആളുകളെ തെരഞ്ഞെടുത്ത് മത്സരമൊന്നും വേണ്ട, മത്സരം പുറത്തേ ഉണ്ടാവുള്ളൂ, അകത്തുണ്ടാവരുത്. എന്നിട്ട് ചാപ്റ്ററിന് വേണ്ടി നിലനിൽക്കണം, വ്യക്തികൾക്ക് വേണ്ടിയല്ല നിലനിൽക്കേണ്ടത്, ചാപ്റ്ററിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ ട്രെയിൻ ചെയ്യിച്ച് അവരെ എല്ലാ ട്രെയിനിങ്ങിനും വിടിയിച്ച് എന്താണ് JC എന്നും JC-യും മറ്റ് ഇന്റർനാഷണൽ ക്ലബ്ബുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവരെ പഠിപ്പിക്കണം. ഇപ്പൊ റോട്ടറി ഉണ്ട്, ലയൺസ് ഉണ്ട്, റൗണ്ട് ടേബിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ക്ലബ്ബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് JC എന്നും JC എന്താണ് ഉദ്ദേശിക്കുന്നതും അതിന്റെ സ്പിരിറ്റ് എന്താണെന്നും അവരുടെ ഇന്റൻഷൻ എന്താണെന്നും അത് യുവാക്കളെ വളർത്തുന്നതിന്റെ പ്രസക്തി എന്താണെന്നും അത് രാജ്യം തന്നെ ഒരു നാഷണൽ ബിൽഡിങ്ങിന് തന്നെ അതാണ് അതിന്റെ അടിസ്ഥാനം. നാഷണൽ ബിൽഡിംഗ് നമ്മൾ പറയുന്ന ആ രാഷ്ട്ര നിർമ്മാണത്തിൽ
ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന യുവാക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് വ്യക്തമായ ഗൈഡ് ലൈൻ കൊടുത്ത് അവരെ വളർത്തി നമ്മുടെ നാട് വളരുന്നതോടൊപ്പം തന്നെ രാജ്യവും വളരുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ ഉയർത്താനുള്ള ശേഷി നമുക്കുണ്ടാവണം. അതാണ് ചാർട്ടർ പ്രസിഡന്റ് ഏറ്റവും വലിയ, ഐ മൈസെൽഫ് ഈസ് എ ചാർട്ടർ പ്രസിഡന്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാർട്ടർ പ്രസിഡന്റ് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം. ചാർട്ടർ പ്രസിഡന്റ് ആണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അത് അവസാനം വരെ എങ്ങനെയാണ്, അത് ചാപ്റ്ററിന്റെ അവസാനം അല്ല കേട്ടോ, നമ്മുടെ അവസാനം വരെ, അതായത് നമ്മളുടെ അവസാനം വരെയുള്ള ഉത്തരവാദിത്വം. നമുക്ക് ചിലപ്പോൾ 50 വയസ്സാകും, 60 വയസ്സാകും, 90 വയസ്സാകും, ഈവൻ 100 വയസ്സാകുമ്പോഴും നിർമ്മലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ചാപ്റ്റർ, നിർമ്മലിന് 100 വയസ്സാകുമ്പോൾ ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ ചാപ്റ്റർ പ്രസിഡന്റ് ഇന്ന ആളാണെന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് അത് നിലനിൽക്കണമല്ലോ, പ്രസ്ഥാനം നിലനിൽക്കണമല്ലോ, അപ്പോഴല്ലേ അവർക്കത് പറയാൻ കഴിയുക. അത് വളരെ മനോഹരമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ അങ്ങനെ വെറുതെ ഏറ്റെടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആരിലേക്കാണോ ഈ ബാറ്റൺ കൈമാറുന്നത്, ആ ബാറ്റൺ കൈമാറൽ വളരെ കെയർഫുൾ ആയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം. അതിൽ ഒരു വീഴ്ച വരരുത്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടാക്കിയെടുക്കരുത്. അത് ട്രെയിൻ ചെയ്ത് കോമ്പിറ്റന്റ് ആയ ആളുകളെ തെരഞ്ഞെടുത്ത് എല്ലാവരോടും ആലോചിച്ച് അവനെ ആ ആളെ ആദ്യം ട്രഷറാക്കി, സെക്രട്ടറി ആക്കി, വൈസ് പ്രസിഡന്റ് ആക്കി, പ്രസിഡന്റ് ആക്കി, അങ്ങനെ കയറ്റിക്കൊണ്ടുവരണം. ആ ഒരു പാറ്റേൺ ഒരിക്കലും മറക്കരുത്. ഐ വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു. താങ്ക് യു CM തോമസ് സർ. താങ്കളുടെ വിലയേറിയ ഉപദേശങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ പഴയ JC ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ള ചരിത്രം എനിക്കറിയില്ല, സാറ് പറഞ്ഞപ്പോഴാണ് അറിയാവുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പഴയ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തിരക്കി അതിന് വേണ്ടപ്പെട്ട ആരൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് അത് നിന്നു പോകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് മുന്നോട്ട് പോകുന്നതായിരിക്കും. സാറിന്റെ വിലയേറിയ ഉപദേശങ്ങൾക്ക് വളരെയധികം നന്ദി പറയുന്നു. ചോട്ടാനിക്കര ചാപ്റ്ററിന് വേണ്ടി ഞാൻ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. And next, I would like to invite JC.GEEVARGHESE Madhavan, Zone Director. Thank you. Thank you, Chairman. Chairman of the meeting, JC.NIRMAL, Yes. Zone Vice President. Am I audible? Yes, sir. Sure. Yeah, JC.NIRMAL, JCI പുതിയ കൂട്ടുകാരനായ JC.NIRMAL and team, JC Zone 20 നായകൻ JC Senator SREEDHAR, Harish sir ഉണ്ട്, then Zone Vice President JC.NELSON, co-chair ആയിട്ടുള്ള JC.ANJU, JC പുതിയ ചാപ്റ്റർ JC ചോട്ടാനിക്കരയിലെയും JC മുളന്തുരുത്തിയിലെയും മെമ്പേഴ്സ്, എല്ലാവർക്കും ആശംസകൾ. വളരെയധികം സന്തോഷമാണ്, കാരണം ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനമായാലും എല്ലാം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ടീമിന്റെ ഒരു ഭാഗമായിട്ടുള്ള എനിക്ക് ഇന്ന് ഇത്തരത്തിലൊരു ഒരു സെഷന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇൻസ്റ്റലേഷന് സാക്ഷിയാകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷവും അഭിമാനവുമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, പാൻഡമിക്കിന്റേതായ ഒരു സിറ്റുവേഷൻ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന പല ഓർഗനൈസേഷൻസിനെയും ഒരു വലിയൊരളവ് വരെ തളർത്തിയിട്ടുണ്ടെന്ന് പറയാം. കാരണം ഫിസിക്കൽ മീറ്റിംഗ്സും കൂടിച്ചേരലുകളും ഒക്കെ വളരെ കുറവായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന്റെ കുറെയൊക്കെ തളർച്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്തരത്തില് പലപ്പോഴും മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വരെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ബുദ്ധിമുട്ടുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഇച്ഛാശക്തിയുള്ള ഒരു പ്രവർത്തനത്തിനും വളരെ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വത്തിനും മാത്രമേ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഘടകത്തിലേക്ക് കടക്കാൻ കഴിയും. അത്തരത്തില് ഒരു ഇച്ഛാശക്തിയുള്ള പ്രവർത്തനവും ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വവുമാണ് JC.ANJUവും അതുപോലെ തന്നെ JC മുളന്തുരുത്തിയും Zone 20 അല്ലെങ്കിൽ JC മൂവ്മെന്റ് തന്നിരിക്കുന്നതെന്നുള്ളത്. കാരണം ഇതൊരു അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു സർവീസ് ആണ്, സർവീസ് ടു ദി ഓർഗനൈസേഷൻ. മറ്റൊന്ന്, JC എന്ന് പറയുന്ന പ്രസ്ഥാനം മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് യുവതയെ വളർത്തുക, അല്ലെ യുവതയെ മാറുവാനായിട്ട് ഒരുക്കുക, ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുവാനായിട്ട് ഒരുക്കുക എന്നുള്ളൊരു കർമ്മമാണ് JC എന്ന് പറയുന്ന മൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തില് 20ഓളം പുതിയ ഫാമിലിയെ എന്നേ ഞാൻ പറയുള്ളൂ, പുതിയ അംഗങ്ങളെ, പുതിയ ഫാമിലിയെ JC മൂവ്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ഇറ്റ് ബിക്കംസ് എ സർവീസ് ടു ദി സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം.
തീർച്ചയായിട്ടും. കാരണം അത്തരത്തിൽ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഒരുങ്ങാൻ യുവതയെ പ്രേരിപ്പിക്കുന്ന, യുവതയെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് JC മൂവ്മെന്റ്. ഇതിനു മുമ്പ് സംസാരിച്ച ഹരീഷ് സാർ പറയേണ്ടായി, യു ഹാവ് ബിക്കം എ JC ബൈ ചോയ്സ്. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു കൂട്ടം തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയാണെന്ന് അദ്ദേഹം പറയണ്ടായി. യു ഹാവ് ബിക്കം എ JC ബൈ ചോയ്സ്. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, യു ഹാവ് ടേക്കൺ എ ഗ്രേറ്റ് ചോയ്സ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, യു ഹാവ് ടേക്കൺ എ ഗ്രേറ്റ് ചോയ്സ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങളുടെ സോഷ്യൽ ലൈഫിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പ്രോഗ്രഷനും എല്ലാം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് നിങ്ങൾ എടുത്തത്. JCI മൂവ്മെന്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. JC നിർമ്മൽ രാജനും JCI ടീം ചോറ്റാനിക്കരയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. അതിനോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി for the contribution to JC movement and for the contribution to society, JC.ANJU, Varghese and team Mulanthuruthy മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. JCs. വളരെയധികം നന്ദി JC.GEEVARGHESE മാധവൻ. താങ്കളുടെ വിലയേറിയ ഉപദേശങ്ങൾക്കും എല്ലാം വളരെയധികം ഞങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം താങ്ക്സ് എ ലോട്ട്. താങ്ക്സ്. ആൻഡ് ഞാൻ നെക്സ്റ്റ് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് JC പ്രശാന്ത് MS-നെ ഞാൻ ക്ഷണിക്കും. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് JC പ്രശാന്ത് ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. Very good evening to all. Respected Chairman Nirmal Raj. Hello, കേക്കാവോ? കേക്കാം, പറഞ്ഞോളൂ. Good evening all. Good evening. എന്നിൽ അധിഷ്ഠിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിൽ എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് നന്ദി രേഖപ്പെടുത്താനുള്ള നമ്മുടെ ഈ ഇതിന്റെ ഗസ്റ്റ് ആയിട്ട് വന്ന ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ഡോക്ടർ K.N. രാഘവൻ സാർ നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒട്ടേറെ തിരക്കുകൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. അതിന് വിലയേറിയ കുറെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. നമുക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകാം. അപ്പോൾ ഡോക്ടർ K.N. രാഘവൻ സാറിന് ഞാൻ ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഡോക്ടർ ഹരീഷ് സാർ, പാസ്റ്റ് സോൺ പ്രസിഡന്റ്, നമുക്ക് കീനോട്ട് അഡ്രസ് തന്ന സാറും അതേപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ തന്നു. അപ്പൊ സാറിന് ഞാൻ ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ സോൺ പ്രസിഡന്റ്, സോൺ വൈസ് പ്രസിഡന്റ് JC നെൽസൺ ജോസഫ് സാറിന് ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമുക്ക് കുറെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് നമ്മുടെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന JC.CM.THOMAS സാർ, മുളന്തുരുത്തി ചാർട്ടർ പ്രസിഡന്റ്, അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് JC.GEEVARGHESE ചാലപ്പുറം സാർ, അദ്ദേഹത്തിനും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ മുളന്തുരുത്തി ചാപ്റ്ററിന്റെ പ്രസിഡന്റ് അഞ്ജു വർഗീസ്, JC.ANJU വർഗീസ്, ചോറ്റാനിക്കര ബേബി ചാപ്റ്റർ ആണ്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ സഹകരണങ്ങളും തന്ന ഈ ഒരു
ഭംഗിയാക്കി നടത്താൻ എല്ലാ സഹകരണങ്ങളും തന്ന JC.ANJU വർഗീസിന് ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ JC.GEEVARGHESE മാധവൻ അദ്ദേഹത്തിനും ഇതിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നതിന് ചോറ്റാനിക്കര ചാപ്റ്ററിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ബാക്കി പിന്നെ ഈ ഒരു വിർച്വൽ മീറ്റിംഗ് ഭംഗിയാക്കാൻ വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ പുതിയതായിട്ട് എലക്ട് ചെയ്ത പ്രസിഡന്റ് നിർമ്മൽ രാജ്, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മളിൽ ഒരാൾ തന്നെയാണ്, എങ്കിലും ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അത് എല്ലാ ഓഫീസ് ബെയറേഴ്സ്, മുളന്തുരുത്തി ചാപ്റ്റർ ആൻഡ് ഇപ്പോൾ പുതിയതായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ചോറ്റാനിക്കര ചാപ്റ്റർ ഓഫീസ് ബെയറേഴ്സ്, എല്ലാ മെമ്പേഴ്സും, മുളന്തുരുത്തി ചാപ്റ്റർ എല്ലാ മെമ്പേഴ്സിനും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Meeting adjourned. Okay. All the best. Okay, thank you. Okay. JC.NIRMAL Raj, all the best. Thank you very much. Thanks a lot. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഉടനെ തന്നെ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തൊന്ന് ലൈവ് ആക്കിയ അടിപൊളിയായിരിക്കും. നിർമ്മൽ, all the best. Thank you ആശ, സൂരജ്, ഇവരൊക്കെയാണ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഈ ഒരു ചട്ടാനിക്കൽ ചാപ്റ്ററിനെ ഇത്രയും രീതിയിൽ എത്തിച്ചത്. അവരോടൊക്കെ എന്റെ വളരെ അധികം വൈകാതെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഒരു ഫിസിക്കൽ ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ നമുക്ക് ബോണ്ടിങ് ശരിയാവുള്ളൂ. അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്താൽ നല്ലതായിരിക്കും സമയം ഉണ്ടെങ്കിൽ. അതിൽ കൂടെ ശ്രീ രാഘവൻ സാറിന്റെ പ്രസൻസും ഈ ഒരു സെറമണി വളരെയധികം ഭംഗിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ വിലയേറിയ അനുഭവങ്ങൾ പങ്കുവെച്ച് എല്ലാവരെയും എല്ലാ രീതിയിലും അദ്ദേഹം വളരെയധികം തൃപ്തിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം വളരെ വിലപ്പെട്ട വാക്കുകളായി നമുക്കെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വിശ്വസിച്ചു. താങ്ക് യു. നിർമ്മൽ, അഞ്ജു, കൺഗ്രാജുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. നെൽസൺ, ഓൾ ദി ബെസ്റ്റ്. നന്നായി ഗൈഡ് ചെയ്യുക ചാപ്റ്ററിനെ. വർഗീസ്, തോമസ് സാർ, രണ്ടുപേരും കണ്ടതിലുള്ള സന്തോഷം. ഞാൻ ലീവ് ചെയ്യാണ് കേട്ടോ. Okay, Nirmal, all the best. Congrats, dual. Thank you very much. Thank you, Anju. Thank you, all the best. Suraj. Thank you, Asha. അപ്പൊ നിർമ്മൽ രാജ്, എന്റെ പേര് ജോയി എന്നാണ്, മുളന്തുരുത്തി JC-യുടെ. എത്രയും നേരത്തെ ഒരു അതായത് നിങ്ങൾ എല്ലാവരും ഫിസിക്കലായിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുക. ഫിസിക്കലായിട്ട് മുഖത്ത് നോക്കിയിരുന്ന് പഠിച്ചെങ്കിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾ ചോറ്റാനിക്കര ഒരു ലൈവ് മീറ്റിംഗ് കൂടിയിട്ട്, അതായത് ഫിസിക്കലായിട്ട് കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, ഭംഗിയായിട്ട് പോവുക. മുളന്തുരുത്തിയേക്കാളും നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശ്രമിക്കും. അതിനുള്ള സപ്പോർട്ട് മുളന്തുരുത്തി ചാപ്റ്ററിന്റെ സ്ഥിരം ഉണ്ടാവുമല്ല, അവരുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുറെ ഇത്രയെങ്കിലും ഇവിടെ എത്തിക്കാൻ സാധിച്ചതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് JC മുളന്തുരുത്തിയാണ്. തീർച്ചയായിട്ടും JC മുളന്തുരുത്തി ടീമിന് എലക്റ്റഡ് ആയിട്ടുള്ള JC ചോട്ടാനിക്കര ചാപ്റ്ററിന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളു. എന്തായാലും 3 വർഷം കൂടെ ഉണ്ടാവും. പറയാന്ന് വിചാരിച്ചാണ് അത് നടത്താനുണ്ട്. അത് മുളന്തുരുത്തിക്കാർ പറയാ നമ്മളൊരു എങ്ങനെയാണ് നമ്മുടെ JC വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്നുള്ള രീതിയിൽ ഒരു കമ്പൽസറി ട്രെയിനിങ് ഉണ്ട് നമുക്കത്. ഒരു 1 hour സെഷനാണ്. നമ്മൾ ഇൻസ്റ്റലേഷന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ നിയമം. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ മാസം തന്നെ പറ്റിയാൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഓൺലൈൻ ആക്കാം അല്ലെങ്കിൽ ഓഫ്ലൈൻ either way. ഓക്കെ, അത് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. അല്ല, ഇപ്പൊ എല്ലാരും ജസ്റ്റിസ് നിർമ്മൽരാജ് ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെൽസൺ സാറിനെയൊക്കെ വിളിച്ചിട്ടേ, നെൽസൺ സാറ് പറ്റുമെങ്കിൽ ശ്രീധർ സാറിനെയൊക്കെ വിളിച്ച് എല്ലാരെയും വിളിച്ച് നമുക്കൊരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നമുക്ക്. കാരണം ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇഷ്ടം പോലെ കൂടുന്നുണ്ടേ. പിന്നെ എന്നാ കുഴപ്പമുള്ള? അപ്പൊ നമുക്ക് കാലം പാലിച്ച ഒരു ചെറിയ സ്പേസ്, നല്ലൊരു സ്പേസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്കത് ചെയ്താൽ മതി, കുഴപ്പമില്ല, നല്ലതാ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്കാണെങ്കിലും കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലിയർ പിക്ചർ ഞങ്ങൾക്ക് കൂടെ കിട്ടാറുണ്ട്. കാരണം ഇപ്പോഴും ഞങ്ങളിൽ ഈ കോളിലുള്ള ഈ ഡീറ്റെയിൽ ഷെയറിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും അത് 1-to-1 ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളും. ഇപ്പൊ എന്റെ മെമ്പേഴ്സ് തന്നെ കുറെ കാര്യങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും എനിക്ക് മറുപടി പറയാൻ അറിയില്ല. അതൊക്കെ ഞാൻ അഞ്ജുവിനെ വിളിച്ചു ചോദിച്ചിട്ട് ഈച്ച് ആൻഡ് എവറി ടൈം ഐ വാണ്ട് ടു ഡിസ്റ്റർബ് അഞ്ജു, അതൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം ലൈവായിട്ട് എല്ലാവരും ഒന്ന് ഇരുന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മെമ്പേഴ്സിനായിട്ടുള്ള അവർക്കുള്ള കുറച്ച് ഡൗട്ട്, അതുള്ള എനിക്കും ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങൾ, അതൊക്കെ ഒന്ന് മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. If the situation permits, sure we can meet somewhere. ഏതായാലും അഞ്ജു, സൂരജ്, ആശ അവരൊക്കെ നല്ല സപ്പോർട്ട് കിട്ടും. ഏതായാലും അഞ്ജുവിന്റെ ഒക്കെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒരു 2-3 കൊല്ലത്തേക്ക് സുഖമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച പിടിക്കുന്നത് ട്രാക്കിൽ കയറുന്നവരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മുളന്തുരുത്തിയിൽ നിന്ന് കിട്ടും, യാതൊരു സംശയം വേണ്ട. മുളന്തുരുത്തി അതിനുള്ള എപ്പോഴും സന്നദ്ധരായിരിക്കും. ഞങ്ങളുടെ ചാർട്ടർ പ്രസിഡന്റ് CM തോമസ് സാർ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. അപ്പൊ അതുപോലെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഉണ്ട്. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളന്തുരുത്തിയിൽ ഈ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊന്നും ഇത്രയും സംസാരിക്കൊന്നും അറിയില്ലായിരുന്നു. കുറെ ട്രെയിനിങ്ങുകളും കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അല്പമൊക്കെ, ഞാനിത് വലിയ സംസാരിക്കില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ട്രെയിനേഴ്സ് ഇവിടുന്നുണ്ടായിട്ടുണ്ട്, മുളന്തുരുത്തി ട്രെയിനേഴ്സ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കും പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേരുന്നു. നന്ദി. നേരത്തെ CM തോമസ് സാർ പറഞ്ഞ പോലെ പഴയ ചാപ്റ്ററിന്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുവാണെങ്കിൽ തപ്പി എടുക്കാൻ ബാക്കി. പക്ഷെ പഴയ പഴയ മെമ്പേഴ്സ് ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി തട്ടി എടുക്കാം. അവരെ കൂടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് കൂടുതൽ, കാരണം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ, ലോക്കലുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ അപ്പൊ അവരുടെ ആൾക്കാരൊക്കെ ഇപ്പൊ അവരൊക്കെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും നമുക്ക് ആക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എപ്പോ വേണമെങ്കിലും വിളിച്ചോട്ടോ, കണ്ടിന്യൂ ചെയ്യാം. എപ്പോ വേണമെങ്കിലും ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് സർ. ഓക്കെ, ബൈ. താങ്ക് യു. ചൊട്ടാനിക്കര മെമ്പേഴ്സിനോട് എല്ലാവരും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനും ചൊട്ടാനിക്കര ആൻഡ് മുളന്തുരുത്തി എന്റെയും ചൊട്ടാനിക്കര ചാപ്റ്ററിന്റെയും വകയായിട്ട് എന്റെ നന്ദി രേഖ. താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. കിഷോർ, താങ്ക് യു. രാജപ്പൻ സാർ, താങ്ക് യു. ബൈ. തോമസ് സാർ, താങ്ക് യു സോ മച്ച്. സാർ വേറൊരു ഫംഗ്ഷനാണ് സാർ ജോയിൻ ചെയ്തത് അവിടെ. ഓക്കെ, ബൈ. ലീവ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ.